ഹായ് ഫ്രണ്ട്സ് ഇട്ടപ്പോൾ ഹീറോയ്ക്ക് കൺഫ്യൂസ് തന്നെ രണ്ടുപേർ ഫ്രണ്ട്സ് വന്ന് എന്താ പറ്റിയത് പറഞ്ഞു. ഹീറോ നടന്ന കാര്യം പറഞ്ഞു. അവർക്ക് ഷോക്കായിരുന്നു. ശരി ഓക്കെ ഇവരുടെ പറയുന്ന കേട്ട് ഹീറോ ബാത്റൂം പോയിരുന്നു. രണ്ടുപേർ വാഴത്തിൽ വെള്ളടിച്ച് ഹീറോയുടെ ഫ്രണ്ട്സ് തുറന്നിരുന്നു. അകത്ത് രണ്ടുപേർ വന്നിരുന്നു. പൂജനടുത്ത് ഒരാൾ വന്നിരുന്നു. മാസ്ക് കുറി ആറും എന്ന് ഷോക്കായിരുന്നു. കീർത്തിൻ്റെ ഷുഗർ അടുത്ത് വന്ന് ഷുഗനൊക്കെ ഹീറോയിൻ്റെ ഫ്രണ്ട്സൊക്കെ രണ്ടുപേർക്ക് ഷോക്കായിരുന്നു. രണ്ടുപേരും നോക്കി ഷോക്കായിരുന്നു. അപ്പോൾ ആറും ഷുഗർ പറയാൻ തുടങ്ങി. എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞു. അതെന്നാ സാർ? അതല്ല ഞങ്ങൾ അവനിക്ക് അവരെ പിടിച്ചിട്ടുണ്ട് പറഞ്ഞു. ഹീറോയിൻ്റെ ഫ്രണ്ട് ഷോക്കായിരുന്നു. ശരി ഓക്കെ പറഞ്ഞോളാന്ന് ഹീറോയിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ പറയായിരുന്നു. ഓക്കെ എന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും ഫോൺ നമ്പർ മേങ്ങി പോയിരുന്നു. നിങ്ങൾ ഇന്ത്യൻ നമ്പറാണ് എന്ന് രണ്ടുപേർ പറഞ്ഞിരുന്നു. ശരി കൊറിയൻ നമ്പർ എനിക്ക് വേണം, ഇവിടുത്തെ നമ്പർ അവർക്ക് പറഞ്ഞു കൊടുത്തായിരുന്നു. രണ്ടുപേർ വന്നപ്പോൾ ഒരു ഫോൺ ഓൾറെഡി മേങ്ങിയായിരുന്നു. അതുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എൻജോയ് ചെയ്തായിരുന്നു. അതെ അവിടെ ഒരു ഫോൺ ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു അത് റൂമിലത്തെ ഫോൺ അതിലവർ സംസാരിക്കും. അതുമാത്രമല്ല അവർ പറഞ്ഞ അവിടെ ഒരു ഫോൺ അതെ അതാ പറഞ്ഞ ഒരു ഫോൺ ഒരു ഫോൺ സംസാരിക്കുന്ന ഒരു ഫോൺ ഉണ്ടായിരുന്നു. അങ്ങനെയായിട്ട് അവർ ഓർഡർ ചെയ്തായിരുന്നു. അതെ റൂമിലൊന്ന് ഓർഡർ ആയിട്ട് വന്നിരുന്നു ഫോൺ. അത് റൂമിൽ സംസാരിക്കുന്നത് അത് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞ് അവർ ഫോൺ ഓർഡർ ഹീറോയിൻ ഫ്രണ്ടും രണ്ടുപേരും ഫോണും വാങ്ങിയായിരുന്നു. അതെ പുതിയൊരു ഫോൺ. അങ്ങനെ ഹീറോയിൻ ജോളിയായിട്ട് എൻജോയ് ചെയ്ത് തുടങ്ങിയായിരുന്നു. ഹീറോയിൻ പറയുന്നത് മച്ചി പ്ലേസ് വന്നിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ ഫ്രണ്ട്സ് എൻജോയ് ചെയ്തു. ഹീറോയ്ക്ക് ഒന്നും അറിയില്ല. ആ പ്ലേസിൽ മൊത്തം കറങ്ങിയ ശേഷം ഇന്ത്യയൊക്കെ വന്നു. ഇന്ത്യയിൽ ഫ്രണ്ട് പറയാൻ തുടങ്ങി എടി ഞങ്ങൾക്ക് ബിസിനസ് നിന്നാണ് നോക്കിക്കോളാം എന്ന് ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നു. ഹീറോ ഓക്കെ എന്ന് പറഞ്ഞു കണ്ടുക്കാതെ പോയിരുന്നു. കുറച്ച് ഡേയ്സ് പോയിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ടിക്കും ന്യൂസ് അറിഞ്ഞിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അവർ സംസാരിക്കുന്ന ഹീറോയിൻ്റെ കീർത്തിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് പൂജയുടെ അമ്മയുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ട് സംസാരിക്കുന്ന കീർത്തി ഫോൺ ചെയ്ത് പറഞ്ഞാണ്. അതുകൊണ്ട് രണ്ടുപേർ പറഞ്ഞു നിങ്ങൾ നോക്കുന്നുണ്ടല്ലേ? അതെ എന്താ ചെയ്യും മോളെ പൂജ? അയാൾ നോക്കായിരുന്നു. അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി അറിയില്ലേ? അതെ ഇവള് മഞ്ജു. അതെ മഞ്ജുക്കും പിന്നെ മേഘനക്ക് വധു വന്നിട്ടുണ്ട്. അതെ മേഘന ആൻറ്റി മഞ്ജുവിൻ്റെ അമ്മയും മേഘൻ്റെ അമ്മയും അവർ വല്ല ആളാക്കടി. എനിക്ക് എൻ്റെ മർമോൻ പറഞ്ഞ് ആൻസം ആയിട്ടുണ്ടോ അവർ വെറുപ്പെത്തോണം എന്നവർ ആൻറ്റി സാഡായിരുന്നു. അത് കണ്ട് പൂജ പറഞ്ഞു ആൻറ്റി വിഷമിക്കണ്ട ആൻറ്റി അവരുടെ മർമോൻ്റെ ഫോട്ടോ ഉണ്ടോ? ആ ഉണ്ട്. അതൊക്കെ ഇപ്പം എന്താ ചെയ്യുക? അതെനിക്ക് ഫോട്ടോ അയച്ചിട്ട് എനിക്ക് വെറുപ്പെത്തിയ എന്ന് പറഞ്ഞായിരുന്നു. അവർക്ക് എങ്ങനെ ആൻറ്റി നിങ്ങൾ ഫോൺ നമ്പർ കിട്ടിയ? ഞങ്ങളെ ഗ്രൂപ്പ് ചാറ്റിൽ അതെ ഫോട്ടോ അവർക്ക് അയച്ചായിരുന്നു. അവിടുത്തെ ഒരു ആൻറ്റി നിനക്കറിയില്ലടി? ആൻറ്റിക്ക് അയച്ചത് ആൻറ്റി എനിക്ക് അയച്ചത് പറഞ്ഞായിരുന്നു. ആർക്ക് അയച്ചത് പറഞ്ഞ അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ വീട്ടിലെടുത്ത് ഒരു ഇതും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ ഹീറോയിൻ്റെ അമ്മക്കും ഫ്രണ്ട്മാരെയാണ് അവർക്കും അയച്ചത്. അവരും ഇവർക്ക് അയച്ചതാണ്. അപ്പുറത്തിൽ ഒരു ഗേളുണ്ടായിരുന്നു. അവരുടെ പേര് ലക്ഷ്മി ആൻറ്റിക്ക് ലക്ഷ്മി ആൻറ്റി ഹീറോയിൻ്റെ അമ്മയ്ക്ക് അയച്ചായിരുന്നു. എൻ്റെ ഫ്രണ്ട് ഇവരാണ് വധു പറഞ്ഞത് കൊണ്ട് അയച്ചതായിരുന്നു. അവർ രണ്ടും കണ്ടിട്ടില്ല, അവർക്ക് അയച്ചതായിരുന്നു. ഇതാണ് അവരോടൊന്നും സംസാരിക്കുക ഹീറോയിൻ്റെ അമ്മേൻ്റെ കൂടെ സംസാരിച്ചില്ല. അവർ ഇങ്ങനെ പറയായിരുന്നു ഇത് കണ്ട ഒരു വിഷമമാണ്, ഇതാണ് അവർക്ക് വന്ന പൊതു. ഹീറോയിൻ്റെ അമ്മ പറയായിരുന്നു പൂജാനോട് പറയായിരുന്നു പൂജ ഇത് മഞ്ജു ഇത് മഞ്ജുവാണ്. മഞ്ജുവിൻ്റെ ഫിയാൻസി പറഞ്ഞ ഒരു ഡോക്ടറാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടോ ഹീറോയിൻ്റെ അമ്മക്ക് വിഷമമായിരുന്നു. ഹീറോയിമ്മ പറയുന്നത് ഈ ഡോക്ടറാണ് ഇവരെന്ന്. അപ്പോൾ ഇവരെ മോനിക്ക് എന്ത് ജോബ്? എന്ത് ജോബ് പറയണ എന്ന് പറയായിരുന്നു. എന്താ ആൻറ്റി വിഷമിക്കുന്ന? ഇവന് പറഞ്ഞ ഒരു ഇതിൽ ജോബ് ചെയ്യണം. എന്താ പറയുക? എന്ത് പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഇവർക്ക് ഇതാണ് ജോബ്. എന്താ ജോബ് പറഞ്ഞു? അതുമാത്രമല്ല ഈ കമ്പനി ജോബ് എന്താ കമ്പനിയാണ്? ഹീറോ ഷോക്കായിരുന്നു. അതെ എന്താ മോളാന്ന് പറയുന്ന? അമ്മ എന്താ പറ്റി ഹീറോയോട് ചോദിച്ചായിരുന്നു. ഇവനെന്ത് ചോദിച്ചതെന്ന് അമ്മക്ക് മനസ്സിലായില്ലേ? എന്താ മോളെ പറയാം? അമ്മ ഇവന് ചെയ്യാൻ പോകുന്നത് സിറ്റി സെൻറ്റർ പറഞ്ഞ അതൊരു ഷോപ്പിംഗ് മോളിലാണ് ജോബ് എന്ന് പറഞ്ഞായിരുന്നു. ഷോപ്പിംഗ് മോളിൽ അതാണ് അങ്ങനെ പറഞ്ഞു. ഓക്കെ അമ്മ
അമ്മ ആൻറ്റി വിഷമിക്കണ്ട ആൻറ്റി എന്ന് പറഞ്ഞായിരുന്നു. എന്നെ അമ്മ വിളിക്കായിരുന്നു. ആൻറ്റി വിഷമിക്കണ്ട, നമ്മൾക്ക് പറഞ്ഞ നമുക്ക് അവരെക്കാട്ടി നല്ല ആലോചന വന്ന ആൻറ്റിക്ക് ഓക്കെ അല്ലേ? അതെ, നിങ്ങളെ മോക്ക് നല്ല ഒരു ആലോചന നോക്കിയാൽ ഇവന് ഡോക്ടറും എല്ലാ ആസ് പറഞ്ഞ ആ കമ്പനിയിൽ ഇതേ സിറ്റി സെൻറ്ററിൽ ജോബ് ചെയ്യുന്ന അതുപോലെ ബിസിനസ് ഭയങ്കര ഫേമസ്. മാത്രമല്ല അവരെക്കാട്ടി ഡബിൾ പറഞ്ഞ ഭയങ്കര ഫേമസ്, ഓൾഡ് ആൻസമാണ്. ഇത് കേട്ട ഹീറോയിൻ ഉമ്മയ്ക്ക് ഷോക്കായിരുന്നു. എന്താ സത്യമാണോ? ഇതാ ഫോട്ടോ കാട്ടി. ഹീറോയിൻ്റെ ഉമ്മയ്ക്ക് ഷോക്കായിരുന്നു. ഇത് റിയൽ ഫേസ്, വാവ് ഇവന് കാണാൻ ആൻസം ആയിട്ടുണ്ടല്ലോ. അത് അതുമാത്രമല്ല അതെ, ഇവരെ വെച്ചിട്ട് വീഡിയോസല്ലേ മോൾ ഇവരെ ഇവർ പറഞ്ഞ ഹീറോയിൻ്റെ ഉമ്മ കൂടെ നോക്കാം. എന്താ ഇവരെ അതുപോലെ ആൻറ്റി ഭയങ്കര ഫേമസ് ആണ്, ഇവരൊരു ഐഡലാണ്. അതുമാത്രമല്ല ഇവന് ഫേമസ്, അത് ഇവനിക്കൊരു പെണ്ണ് നോക്കായിരുന്നു, ഇന്ത്യൻ ഗേൾസ് തന്നെ വേണം. അതുമാത്രമല്ല ഹീറോയിൻ്റെ ആൻറ്റീൻ്റെ മോളെ ഫോട്ടോ ഞാൻ പറഞ്ഞ ആൻറ്റി പറഞ്ഞ് ഇവരെ കണ്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതുമാത്രമല്ല ഞങ്ങളോട് ചോദിച്ചായിരുന്നു അവർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അവരുടെ ഫാമിലിക്കെല്ലാം ഓക്കെയാണ്. മമ്മിക്ക് അവർ ഓക്കെ ആയ മമ്മി അവർക്ക് കോൾ ചെയ്ത് സംസാരിക്കുക എന്ന് പറഞ്ഞു. അത് കേട്ട് ഓക്കെ എന്ന് പറഞ്ഞു. ശരി അവർക്ക് അങ്ങനെ കുറച്ച് ഡേ സ്പോട്ട് അവർ പറഞ്ഞായിരുന്നു. അമ്മ ശരി ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. ജിന്നിൻ്റെ വീട്ടിലെല്ലാം ഓക്കെ ആയിരുന്നു. ജിന്നിൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് ഓക്കെയാണ്. അപ്പോൾ മാരേജ് കഴിച്ച് തന്നതാണോ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഈ ജിന്നും ലാംഗ്വേജ്, അത് ജിന്നിനും മമ്മിക്കും ലാംഗ്വേജ് അറിയോ. അതുമാത്രമല്ല അവർക്ക് ഇന്ത്യയിൽ ഒരു കമ്പനിയുണ്ട്. അതുമാത്രമല്ല അത് ആർക്കും അറിയില്ല, ജിന്നിക്കും അറിയും. അങ്ങനെ ജിന്നു അമ്മ പറയാതെ എനിക്ക് എല്ലാ ലാംഗ്വേജും അറിയും എന്നാ അവർക്ക് അറിയാം. അതുകൊണ്ട് അവരുടെ ഡാഡിക്കും അറിയും, ജിന്നുക്ക് മാത്രം അറിയില്ല. ജിന്നു കുറച്ച് പഠിക്കുകയാണ്.